നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനി എന്ന കോടനാട് സ്വദേശി സുനിൽകുമാറിനെ കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 5 വർഷത്തോളമായി മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും ഡ്രൈവറായും സഹായിയായും മാറി മാറി പ്രവർത്തിച്ച സുനിൽ സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടെ സെറ്റുകളിൽ സജീവ സാന്നിധ്യമാണ്. തങ്ങളുടെ സ്ഥാപിത താൽപര്യങ്ങൾക്കു വേണ്ടിയാണ് സുനിയുടെ സേവനം 5 വർഷത്തിലധികമായി ചലച്ചിത്ര മേഖലയിലുള്ളവർ ഉപയോഗപ്പെടുത്തുന്നത്. സുനിൽ മുൻപ് 3 നടിമാരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ചിത്രങ്ങൾ എടുക്കുകയും പിന്നീട് ബ്ലാക്ക്മെയിലിംഗിലൂടെ പണം തട്ടുകയും ചെയ്തിരുന്നതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തുവന്നിരുന്നു. പലപ്പോഴും പുറത്തറിഞ്ഞാലുള്ള പ്രത്യാഘാതം ഭയന്ന പലരും ഇക്കാര്യങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല. നടിമാരെ മാത്രമല്ല, നടന്മാരെയും നിർമ്മാതാക്കളെയും സംവിധായകരെയും ഇയാൾ പല ഘട്ടങ്ങളായി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയിട്ടുണ്ടെന്നാണ് ചലച്ചിത്ര രംഗത്തുള്ള ചിലർ വെളിപ്പെടുത്തുന്നത്. വിശ്വസ്തനായി ചമഞ്ഞ് നടന്മാരുമായി അടുത്ത വ്യക്തിബന്ധം സ്ഥാപിക്കുകയും താരങ്ങൾക്ക് അവരുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഇടപെടേണ്ട പല കാര്യങ്ങൾക്കും സഹായമൊരുക്കി പിന്നീട് ഇവരുടെ ഫോൺ സംഭാഷണങ്ങളോ ചിത്രങ്ങളോ വീഡിയോയോ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുകയും ചെയ്തിരുന്നയാളാണ് സുനി. ഇതിനുവേണ്ടി സുനിക്ക് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നുവെന്നും സിനിമയിലുള്ള ചിലരുടെ പിൻബലത്തോടെയാണ് സുനിയുടെ വിളയാട്ടമെന്നുമാണ് ചില വിശ്വസനീയ കേന്ദ്രങ്ങൾ പറയുന്നത്. ട്രാപ്പിലകപ്പെട്ട പലരും വൈകിയാണ് പൾസർ സുനിയാണ് സൂത്രധാരനെന്ന് മനസ്സിലാക്കിയത്. സുനി വിശ്വസ്തത സമ്പാദിച്ച ശേഷം പലരെയും ചതിച്ചത് പുറത്തുനിന്നുള്ള ആളുകൾ നടത്തുന്ന ബ്ലാക്ക്മെയിൽ എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് ഇയാളുടെ തനി നിറം മനസ്സിലാക്കുന്നത്. ലൊക്കേഷനിൽ നല്ല പെരുമാറ്റത്തോടെ സൗമ്യനായി ഇടപെടാറുള്ള ആളും ഏത് സഹായത്തിനും ഓടിയെത്തുന്ന ആളുമായിരുന്നു സുനിയെന്നാണ് കൂടുതൽ പേരും പറയുന്നത്. കൊട്ടേഷൻ കാര്യങ്ങൾക്കും ബ്ലാക്ക്മെയിലിംഗിനുമായി പുറത്തൊരു ടീമിനെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടാകും സുനി. നിർമ്മാതാക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും ചില താരങ്ങളുമാണ് സുനിയുടെ സേവനം കുറച്ചു വർഷങ്ങളായി നിരന്തരം പ്രയോജനപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ചലച്ചിത്ര താരങ്ങളുടെയും നിർമ്മാതാക്കളുടെയും ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങളിലും ഇടനിലക്കാരന്റെ റോളിൽ പ്രാവീണ്യം അറിയിച്ചതോടെയാണ് പ്രധാന താരങ്ങളുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ഇഷ്ടത്തോടനായി സുനിക്ക് വിലസാൻ കഴിഞ്ഞത്. വെള്ളിയാഴ്ച രാത്രി പൾസർ സുനി പതിവ് പോലെ തന്റെ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രവുമായി ഒരു നടിയെ സമീപിച്ചപ്പോൾ അവർ തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരാതിപ്പെടാനും സുനിയെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ തീരുമാനിച്ചതോടെയുമാണ് ചലച്ചിത്ര ലോകം ചെലവും കൊടുത്ത് വളർത്തി വലുതാക്കിയ ഭീകര ക്രിമിനലിനെ പുറം ലോകവും അറിഞ്ഞത്. ഈ നടിയുടെ ധീരകൃത്യത്തിലൂടെ സിനിമാ മേഖലയുടെ ക്രിമിനൽ ചങ്ങാത്തവും വെളിപ്പെട്ടു. വ്യക്തിവൈരാഗ്യമോ ഒറ്റപ്പെട്ട സംഭവമോ ആയി നടിക്ക് നേരെയുള്ള ആക്രമണത്തെ ചിത്രീകരിക്കാൻ പലരും പാടുപെടുമ്പോഴാണ് ക്രിമിനൽ ഗൂഢാലോചന എന്ന പ്രധാന സൂചനയിലേക്ക് സംവിധായകൻ കമലും നടി മഞ്ജു വാര്യരും വിരൽ ചൂണ്ടിയത്. തൊട്ടുപിന്നാലെ മുൻ മന്ത്രിയും അമ്മ വൈസ് പ്രസിഡന്റുമായ KB ഗണേഷ് കുമാറും ആരോപിച്ചത് ചലച്ചിത്ര മേഖലയിലെ അധോലോക ബന്ധത്തെക്കുറിച്ചാണ്. കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായിട്ടും പൾസർ സുനി നടി പരാതിപ്പെടും വരെ സ്വൈര്യമായി വിഹരിച്ചിരുന്നത് സിനിമാ രംഗത്തുള്ള ഇയാളുടെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്. സിനിമയിലുള്ളവർക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന്റെ ചുമതലയും സുനിക്കുണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ 3-4 ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് സുനിയുടെയും സംഘത്തിന്റെയും പ്രവർത്തനമെന്നും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. താൽക്കാലിക ഡ്രൈവറായി സിനിമയിലുള്ള സുനിക്ക് എല്ലാ കേസുകളിലും പ്രധാന അഭിഭാഷകരെ രംഗത്തിറക്കി നിയമക്കുരുക്കിൽ നിന്ന് ഊരിപ്പോരാനും പോലീസിന്റെ കൺവെട്ടത്ത് വിലസാനും സാധിക്കുന്നത് അയാൾക്കുള്ള ഉന്നത സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ക്രിമിനൽ വൽക്കരണത്തിൽ നിന്ന് സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള സാധ്യതയായി പ്രയോജനപ്പെടുത്തണമെന്നാണ് സംവിധായകരായ ഷാജി എൻ കരുണിന്റെയും കമലിന്റെയും വാക്കുകൾ വ്യക്തമാക്കുന്നത്. മലയാള സിനിമാ ലോകം അധോലോകത്തിന്റെ പിടിയിലാണോ എന്ന് സംശയിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് ഈ വാർത്തയോട്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.